Assalamualaikum, welcome back Filza Cooking Recipes. കിച്ചൺ സ്റ്റോർ റൂം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആമസോണിൽ നിന്ന് കണ്ടെയ്നറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്ന് നോക്കാം. തുടച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ജാറൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കണ്ട ഷുഗറിനൊക്കെ എഴുതി വെച്ചിട്ട് ഇതുപോലെ പേര് എഴുതി വെച്ചിട്ടുള്ള ഗ്ലാസ് ജാറും എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. ഇതിൽ പേര് കൊടുത്തതുപോലെ അതാത് സാധനങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ടോപ്പ് ഇട്ട് വെക്കുന്നുണ്ട്. ശേഷം കോഫി പൗഡർ എൻ്റെ അടുത്ത് കുറച്ച് മാത്രം ഉള്ളത് കൊണ്ട് ഞാൻ ഈ ജാറിലേക്ക് പാൽപ്പൊടിയാണ് ഇട്ട് വെക്കുന്നത്. പാൽപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ടോപ്പ് ഇട്ട് വെക്കാം. ടീന് എഴുതിയിട്ടുള്ള അതേപോലത്തെ ജാറിൽ തന്നെ ഞാൻ ഇതിലേക്ക് ചായപ്പൊടി ഇട്ട് വെക്കുന്നുണ്ട്. ഡ്രൈ നട്ട്സൊക്കെ നമുക്ക് ഗ്ലാസ് ജാറിലിട്ട് വെക്കാം. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനും നല്ല ഈസി ആയിരിക്കും. കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതുപോലെ ആവശ്യത്തിനുള്ളത് ജാറിലേക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കി വരുന്നത് നമുക്ക് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഒരു 2 ഐറ്റം കൂടി ഞാൻ എടുത്തിട്ട് വരട്ടെ കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് വെക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ബ്ലാക്ക് റൈസിനും അതുപോലെ അത്തിപ്പോയി നമുക്കിതുപോലെ ജാറിലിട്ട് വെച്ചിട്ട് ടോപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ബാക്കി വരുന്നത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഇതിലേക്ക് ഉറുമ്പൊക്കെ വരികയാണെങ്കിൽ കുറച്ച് പട്ടയോ ഗ്രാമ്പോ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതൊക്കെ ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാതെ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടെയ്നറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ആമസോണിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കണ്ടെയ്നേഴ്സൊക്കെ നമുക്ക് അപ്പുറത്തേക്ക് മാറ്റി വെക്കാം. ഇതുപോലത്തെ 1 kg കണ്ടെയ്നറിൽ നമുക്ക് പയർ വർഗ്ഗങ്ങളിൽ പെട്ടവയൊക്കെ ഇട്ട് വെക്കാം. പരിപ്പ്, കടല, ഉഴുന്ന്, ഇതുപോലത്തെ കുറേ മാതിരി കടലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതുപോലത്തെ ബോട്ടിലിൽ ഇട്ട് വെക്കാം. ഇതൊക്കെ ഞാൻ 1 മാസത്തേക്ക് കണക്കായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങി വേസ്റ്റ് ചെയ്യാതെ ഇതുപോലെ കുറച്ച് മാത്രം വാങ്ങിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഓരോ കിലോ എന്നുള്ള മെഷർമെൻറ്റിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഈ കണ്ടെയ്നറിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റായിരിക്കും, കൂടുതലൊന്നും വരില്ല. ഇതുപോലുള്ള 8 കണ്ടെയ്നറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിലെല്ലാം നമുക്ക് ഈ പയർ വർഗ്ഗങ്ങൾ മാത്രം ഇട്ട് വെക്കാം. ഇതുപോലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാധനം വേണ്ടിക്കൽ മനസ്സിലാക്കിയിട്ട് എടുക്കാനും ബുദ്ധിമുട്ടില്ല. ഇട്ട് വെച്ചതൊക്കെ കുറച്ചങ്ങോട്ടേക്ക് നീക്കി വെക്കാം.
ശേഷം 1/2 kg കണ്ടെയ്നറിൽ ഞാൻ ഇതുപോലെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ട് ടോപ്പ് ഇട്ട് കൊടുക്കാം. ഈ മസാല കൂട്ടുകളൊക്കെ 1 മാസത്തേക്ക് എനിക്ക് ഇത്രയും മതിയാവും. അതുകൊണ്ടാണ് ഞാൻ 1/2 kg എടുത്തിട്ടുള്ളത്. ശേഷം കുട്ടികൾക്കുള്ള സ്നാക്ക് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു 3-4 കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് എടുക്കാൻ പറ്റുമല്ലോ, ഒരുപോലത്തെ ഇതിലിട്ട് വെച്ചിരുന്നത്. അതുപോലെ പൊട്ടുന്ന ടൈപ്പ് ഉണ്ടല്ലോ സ്നേക്ക്, മുറുക്ക്, പിന്നെ ഇതുപോലത്തെ ഒക്കെ, അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഒന്നിച്ചിട്ട് വെക്കുന്നുണ്ട്. ഇതിനൊക്കെ ടോപ്പിട്ട് വെക്കാം. ഇനി ഇതുപോലത്തെ ചെറിയ ഗ്ലാസ് ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഏലക്കായ, ഗ്രാമ്പ്, പട്ട എന്നിങ്ങനെയുള്ള സ്പൈസസ് ഒന്നും നമുക്ക് കൂടുതലായിട്ട് ആവശ്യമില്ലല്ലോ. ഇതൊക്കെ വളരെ കുറച്ച് മാത്രം എടുക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ജാറിലാണ് ഇട്ട് വെക്കുന്നത്. നെയ്ച്ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ ബോട്ടിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാനൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊക്കെ ഒന്ന് സൈഡാക്കി വെക്കട്ടെ. ഈ ബോട്ടിൽ കണ്ടോ നിങ്ങൾ, നല്ല ക്യൂട്ടില്ലേ? ഇത് ചെറിയ ബോട്ടിലാണെങ്കിൽ നല്ല ക്യൂട്ടുണ്ടല്ലേ. നമുക്ക് ഇതേപോലത്തെ സീഡ്സ് ഒക്കെ ഇട്ട് വെക്കാം. ഈ ഓൾ സ്പൈസസ് ആയിട്ടുള്ള കുരുമുളക്, ഉലുവ, കടുക്, ജീരകം, പെരുംജീരകം, ഇതുപോലത്തെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതുപോലത്തെ ചെറിയ ബോട്ടിലിട്ട് വെക്കാം. ഇതുപോലെ വേർതിരിച്ചിട്ട് പിന്നെ സീഡ്സൊക്കെ ഒരേപോലത്തെ സെയിം ബോട്ടിൽസിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്ക് ഇത് വേർതിരിച്ചിട്ട് എടുക്കാനും ബുദ്ധിമുട്ടില്ല. ഇനി എല്ലാത്തിനും ഒന്ന് ടോപ്പ് ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെക്കാം. ഇത് കണ്ട, ഇതുപോലത്തെ ഒരു 6 എണ്ണം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് വെക്കാം. ചെറിയ പാക്കറ്റായിട്ട് വരുന്ന സാമ്പാർ പൊടി, അതുപോലെ ഗരം മസാല, ഇതൊക്കെ ഇട്ട് വെക്കാമല്ലോ. ഓരോ ബോട്ടിലായിട്ട് സാമ്പാർ പൊടിയും അതുപോലെ ഗരം മസാലപ്പൊടിയും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ബോട്ടിൽ അച്ചാർ പൊടിയും മറ്റൊരു ബോട്ടിൽ ചിക്കൻ മസാലപ്പൊടിയും ഇട്ട് വെക്കുന്നുണ്ട്. ഇതെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്മെല്ല് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കണം കേട്ടോ. ഇത് മസാലപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് ഇതൊന്ന് സ്മെല്ല് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. മാറിപ്പോവാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാം. ബാക്കി വന്നിട്ടുള്ള 2 ബോട്ടിലിൽ ഒന്നിൽ കസ്റ്റേർഡ് പൗഡറും മറ്റതിൽ കോൺഫ്ലവറാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നമുക്ക് എടുക്കാനും പറ്റും. ഇതൊക്കെ സൈഡാക്കി വെക്കാം. ഇതുപോലത്തെ വലിയ കണ്ടെയ്നർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അരികളൊക്കെ ഇട്ട് വെക്കാൻ നല്ലതാണ്. മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ പിന്നെ യെല്ലോ കളറുള്ള ഈ കണ്ടെയ്നറിലാണ് ഞാൻ നേരിയ അരി ഇട്ട് വെക്കുന്നത്. അത് ചിലപ്പോൾ പച്ചരിയും നേരിയരിയും നമുക്ക് മാറിപ്പോവും. ചില സമയത്ത് പച്ചരി നല്ല വെളുത്ത കളറാണ് ഉണ്ടാവാൻ. അതുകൊണ്ട് തന്നെ നമുക്കിത് മാറിപ്പോകാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പച്ചരി ഞാൻ ഗ്രേ കളറുള്ള കണ്ടെയ്നറിലാണ് ഇട്ട് വെക്കുന്നത്. പച്ചരിയും അതുപോലെ പുഴുങ്ങലരിയില്ല, നമ്മൾ ചോറ് വെക്കുന്ന അരി, അത് രണ്ടും ഞാൻ ഗ്രേ കളറുള്ള കണ്ടെയ്നറിലാണ് ഇട്ട് വെക്കുന്നത്. ഒരു 10 അല്ലെങ്കിൽ 15 കിലോ അരി നമുക്കിതിൽ സുഖമായിട്ട് ഇട്ട് വെക്കാം കേട്ടോ. നല്ല അടപ്പാണ്, അടച്ചു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്.
അതുപോലെ ഇതിൻ്റെ ചെറിയ കണ്ടെയ്നർ എടുത്തിട്ട് യെല്ലോ കളറുള്ള കണ്ടെയ്നറിൽ ഞാൻ കടലപ്പൊടിയാണ് ഇട്ട് വെക്കുന്നത്. പിന്നെ ഒരു ഗ്രേ കളറുള്ള കണ്ടെയ്നറിൽ റവ ഇട്ട് കൊടുക്കാം. ശേഷം ഇതുപോലത്തെ കണ്ടെയ്നറിൽ ഞാനൊരു 10 കിലോ അരി പൊടിച്ചത് ഇട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയ ബോട്ടിലിൽ ഞാനൊരു 5 കിലോ പഞ്ചസാര ഇട്ട് വെക്കുന്നുണ്ട്. ഇതപ്പൊടി മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രേ കളറുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം. അരിപ്പൊടി ഒരു ബ്ലൂ കളറിലുള്ളതിൽ ഇട്ട് വെച്ചത് കൊണ്ട് ഞാൻ ഈ ഗോതമ്പത്തിൻ്റെ പൊടി ഒരു പിങ്ക് കളറിലുള്ള കണ്ടെയ്നറിലാണ് ഇട്ട് വെക്കുന്നത്. ഇതാവുമ്പോൾ നമുക്ക് സംശയമില്ലാതെ വേഗം എടുക്കാൻ പറ്റും. ഈ വലിയ കണ്ടെയ്നറൊക്കെ ഞാൻ നെസ്റ്റോന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു മോഡല് വേറെ അടപ്പുള്ള വേറെ ഒരു മോഡൽ വരുന്നുണ്ട്. ഇതേപോലത്തെ തന്നെ അടപ്പ് മാറ്റുള്ളത്. അതൊരു ടൈറ്റില്ലാത്തതാണ് കേട്ടോ. അതിൻ്റെ അടപ്പ് ഇതുപോലത്തത് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇതാകുമ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ ഞാൻ ഓരോ സാധനങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റോർ റൂം എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് നോക്കാം. ഇതുപോലുള്ള അരിയും പൊടിയൊക്കെ നിറച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് ഈ വലിയ കണ്ടെയ്നറൊക്കെ നമുക്ക് ഈ താഴെ ഭാഗത്ത് വെച്ച് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് വെയിറ്റ് അല്ലേ മോൾ ഭാഗത്ത് വെച്ചിരുന്നാൽ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് താഴത്ത് വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. എൻ്റെ താഴെത്തട്ടിന് കുറച്ച് വീതിയും കൂടി കൂടുതലുള്ളതുകൊണ്ട് ഇതുപോലത്തെ വലിയതൊക്കെ ഇഷ്ടംപോലെ വെക്കാം കേട്ടോ. ശേഷം നമുക്ക് സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെറിയ കണ്ടെയ്നറില്ലേ അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ ഗോതമ്പത്തിൻ്റെ പൊടിയും അരിപ്പൊടിയും ഞാൻ മുകളിലും താഴെയായിട്ട് ഒരുമിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ ബാക്കി വന്നിട്ടുള്ള കണ്ടെയ്നർ ഉണ്ടാവില്ലേ അതിലേക്ക് ഈ പൊട്ടിക്കാത്ത പാക്കൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാം. വേണ്ടുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെച്ചെടുത്തിട്ടുള്ള ഐറ്റംസൊക്കെ ഇതിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കാമല്ലോ. ഇതെടുത്തിട്ട് ഇതിൻ്റെ മുകളിലാക്കിയിട്ട് ഒരു സൈഡാക്കിയിട്ട് വെച്ചുകൊടുക്കാം. പിന്നെ താഴത്ത് മുകളിലായിട്ട് വെച്ചത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് സ്ഥലം ബാക്കിയാണ് കേട്ടോ. ഇനി ഇതുപോലുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ നമുക്കിതുപോലെ നിരത്തി വെച്ചുകൊടുക്കാം. ഇതുപോലെ നമുക്ക് ലെവലാക്കിയിട്ട് വെച്ചുകൊടുക്കാം. ഈ മസാലപ്പൊടികളൊക്കെ ഞാൻ ഇതിൻ്റെ അപ്പുറത്തോട്ടായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഈ നട്ട്സൊക്കെ ഞാൻ ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരേ സ്ഥലത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചായക്ക് ആവശ്യമായിട്ടുള്ള ചായപ്പൊടി, പാൽപ്പൊടി, പഞ്ചസാര എന്നിവ 3 ഒരു സ്ഥലത്തായിട്ട് വെക്കുന്നുണ്ട്. സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ സ്നാക്കൊക്കെ ഒരു സ്ഥലത്ത് തന്നെ ഈ സൈഡായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ സ്പൈസസ് ഒക്കെ ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്ഥലത്ത് തന്നെ വെക്കുന്നുണ്ട്. ഈ മസാലപ്പൊടികൾ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്കൊരു ട്രേയിലെടുത്ത് വെച്ചിട്ട് ഒരു സ്ഥലത്തായിട്ട് ഒതുക്കി വെക്കാം. കോഫിപ്പൊടി ഞാൻ ഈ ബാക്കി വന്ന സ്ഥലത്ത് വെക്കുന്നുണ്ട്. ഈ ഇട്ട് വെച്ചിട്ടുള്ള സീഡ്സൊക്കെ നമുക്കിതുപോലെ ഒരു സ്ഥലത്തായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള മുഴുവൻ കണ്ടെയ്നറും ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ഈ 2 തട്ടും ഫുള്ളായിട്ടില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് 1 വർഷമായിട്ടുണ്ട് കേട്ടോ. എനിക്കെന്തോ ഒരു മടി പോലെ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഇനിയും ഇതുപോലെ ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.